وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين غير ضالين ولا مضلين. أما بعد. സഹോദരങ്ങളെ, അൽ-അഖീദത്തു അൽ-വാസിത്തിയ്യയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു: فلا عدول لأهل السنة والجماعة عما جاءت به المرسلون، فإنه الصراط المستقيم، صراط الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. فلا عدول لأهل السنة والجماعة. أهل السنة والجماعة ഇതിൽ നിന്ന് തെറ്റിപ്പോകാൻ യാതൊരു വഴിയുമില്ല. അമ്മ ജാഅത് ബിഹിൽ മുർസലൂൻ, അള്ളാഹുവിൻ്റെ റസൂലുകൾ കൊണ്ടുവന്നതേതോ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുക എന്നത് അഹ്ലുസുന്നത്ത് ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല, അഹ്ലുസുന്നത്തിൻ്റെ രീതിയല്ല അത്. ഫഇന്നഹു അസ്സറാത്തുൽ മുസ്തഖീം, നബിമാർ അള്ളാഹുവിൻ്റെ റസൂലുകൾ കൊണ്ടുവന്നതേതോ അതാണ് അസ്സറാത്തുൽ മുസ്തഖീം, നേരായ പാത. സിറാത്തുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവരാരോ അവരുടെ സറാത്ത്. മിനൻ നബിയീന, നബിമാരുടെ, സിദ്ദീഖീന, സിദ്ദീഖുകളുടെ, ശുഹദാഇ, ശുഹദാക്കളുടെ, സാലിഹീൻ, സാലിഹീങ്ങളുടെ വഴി. അള്ളാഹുവിൻ്റെ റസൂലുകൾ പഠിപ്പിച്ചതേതോ അതാണ് അഹ്ലുസുന്നത്തിൻ്റെ വഴി. അഹ്ലുസുന്നത്തിൻ്റെ വഴി കാലഖീലകളോ കെട്ടുകഥകളോ ഏതെങ്കിലും ആളുകളെ അന്ധമായി പിൻപറ്റലോ ഒന്നുമല്ല. അഹ്ലുസുന്നത്തിൻ്റെ ദീൻ നബിമാർ കൊണ്ടുവന്ന ദീനാണ്. അള്ളാഹുവിൻ്റെ റസൂലുകൾ മുഴുവൻ ജനങ്ങളെ പഠിപ്പിച്ച അഖീദ ഏതോ അതാണ് നമ്മുടെ അഖീദ. നമ്മുടെ അഖീദ നമുക്ക് പാരമ്പര്യമായി റസൂലുകളുടെ പരമ്പരയിലൂടെ കിട്ടിയതാണ്. വഴിപിഴച്ച പൂർവ്വപിതാക്കളുടെയോ വഴിപിഴച്ച നേതാക്കന്മാരുടെയോ പാരമ്പര്യത്തിലൂടെ ലഭിച്ചതല്ല. യൂസുഫ് അലൈഹിസ്സലാം ജയിലിലെ രണ്ട് കൂട്ടുകാരോട് പറഞ്ഞതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു: ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഇന്നി തറക്തു, ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളുടെ വഴി ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, പരലോകത്തിൽ അവിശ്വസിക്കുന്നവരുടെ വഴി ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. വത്തബഅതു, ഞാൻ പിൻപറ്റിയിരിക്കുന്നു, മില്ലത ആബാഇ, എൻ്റെ പിതാക്കളുടെ പൂർവ്വപിതാക്കളുടെ വഴി, അവനെ ഞാൻ പിൻപറ്റിയിരിക്കുന്നു. ഇബ്രാഹിമ വ ഇസ്ഹാഖ് വ യാഖൂബ്, ഇബ്രാഹിം നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, യാഖൂബ് നബിയുടെ വഴി അലൈഹിമുസ്സലാം. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ വല്ലതിനെയും പങ്കുചേർക്കുക എന്നത് ഞങ്ങൾക്ക് യോജിച്ചതല്ല, ഞങ്ങൾക്കത് പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലന്നാസ്, ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ഞങ്ങൾക്ക് അവൻ ചൊരിഞ്ഞ അനുഗ്രഹം, ജനങ്ങൾക്കും അവൻ ചൊരിഞ്ഞ അനുഗ്രഹമാണത്, അവൻ്റെ ഔദാര്യമാണ്. പക്ഷേ ആളുകളിൽ അധികവും നന്ദി കാണിക്കുന്നില്ല. അപ്പോൾ നോക്കൂ, ഈ ശരിയായ നേതാക്കന്മാരുടെ
ഹിദായത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചവരുടെ വഴിയാണ് അഹ്ലുസുന്നത്തിൻ്റെ വഴി. അതല്ലാതെ കുഫാറുകളുടെയോ മുബ്തദിഅകളുടെയോ നിരീശ്വരവാദികളുടെയോ ഒന്നും വഴിയല്ല. ഫഇന്നഹു സിറാത്തുൽ മുസ്തഖീം, അതാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി. അള്ളാഹുലേക്കുള്ള വഴിയാണത്, സ്വർഗത്തിലേക്കുള്ള വഴിയാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച വഴിയാണത്. അതിന് ഇരുഭാഗത്തും വളഞ്ഞ പല വഴികളുണ്ട്. പിശാചുക്കൾ ഓരോ ആ വളഞ്ഞ വഴിയിലും ഇരിക്കുന്നു. എന്നാൽ ഈ നേരായ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സിറാത്തുല്ലാഹ്, അള്ളാഹുലേക്കുള്ള വഴിയാണ്, അവൻ്റെ വഴിയാണ്, അവൻ നിശ്ചയിച്ച അവനിലേക്കെത്തുന്ന വഴിയാണ്. അത് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴിയാണ്. ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 17 തവണ മുസ്ലിമീങ്ങൾ റബ്ബിനോട് ആ സറാത്തിൽ ചേർക്കാനാണ് ദുആ ചെയ്യുന്നത്. സറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴിയിൽ ചേർക്കണമേ. നോക്കൂ, സറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ് നിർത്തിയില്ല, നേരായ വഴി എന്ന് പറഞ്ഞ് നിർത്തിയില്ല. എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നേരായ വഴിയിൽ നീ ഇപ്പോൾ ഈ കാലത്ത് സഞ്ചരിക്കുമ്പോൾ അതിൽ ആളുകൾ കുറവാണ് എന്നത്, നിൻ്റെ കൂടെ ആരുമില്ല എന്നത് നിനക്ക് പ്രയാസമുണ്ടാക്കേണ്ടതില്ല. കാരണം ഇതിലൂടെ കടന്നുപോയവർ ഏറ്റവും ഉന്നതരായ മനുഷ്യരുടെ നേതാക്കന്മാരാണ് ഇതിലൂടെ കടന്നുപോയത്. നീ ഇതിലൂടെ സഞ്ചരിച്ച് ഇതിലായി മരിച്ചാൽ അവരുടെ കൂടെയാണ് നിനക്ക് എത്തിച്ചേരാനുള്ളത്. അവരവിടെ നിന്നെ കാത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും സഞ്ചരിച്ച വഴിയിൽ പിൽക്കാല സഹാബത്ത് സഞ്ചരിച്ചതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസം നോമ്പുകാരനായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അന്ന് ഉസ്മാൻ നബിയെയും അബൂബക്കറിനെയും ഉമറിനെയും സല്ലല്ലാഹു അലാ നബീന വസല്ലം വറളിയല്ലാഹു അൻ അബീ ബക്കർ വ ഉമർ, മൂന്നുപേരെയും സ്വപ്നത്തിൽ കണ്ടു. അവർ പറഞ്ഞു, അഫ്തിർ ഇൻദന ഉസ്മാൻ, ഉസ്മാൻ നോമ്പ് തുറ നമ്മുടെ അടുത്താക്കാം. അന്ന് നോമ്പ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അഹ്ലുൽ ഫിത്തനിൻ്റെ കയ്യാൽ, ആ ഫിത്നയുടെ ആളുകളുടെ കയ്യാൽ കൊല്ലപ്പെട്ടു. റളിയല്ലാഹു അൻഹു അർദാഹ്. ഇങ്ങനെ ആ മുൻഗാമികൾ, ഏറ്റവും നല്ല മുൻഗാമികൾ ആ വഴിയിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് സൂറത്തു നിസായിൽ അള്ളാഹു പറഞ്ഞത്, ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. എന്താണ് ബാക്കി? وحسن أولئك رفيقا. ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചത് അവർ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴിയിലാണ്. നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെയാണ്. ഹസുന ഉലായിക്ക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്, എത്ര നല്ല കൂട്ടുകാരാണ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട് സ്വർഗത്തിൽ, അബൂബക്കറും ഉമറും ഉസ്മാനും ഉണ്ട്, അലിയുണ്ട് റളിയല്ലാഹു അൻഹും അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത്, അള്ളാഹുവിൻ്റെ ഔലിയ, അവരുടെ കൂടെയാവുക എന്നതിനേക്കാൾ നല്ല കാര്യം മറ്റെന്തുണ്ട്? എന്നാൽ വഴിപഴച്ച കക്ഷികളുടെ കൂട്ടത്തിൽ ആയിത്തീരുക, അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ കൂടെ ആയിത്തീരുക എന്നത് എത്ര മോശമായ കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധരുടെ കൂടെ ആയിരിക്കുക. അത് വലിയ സൗഭാഗ്യമാണ്. ആരാണ് ഈ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവർ? മിനൻ നബിയീൻ, അവരിൽ ആദ്യം അള്ളാഹു എണ്ണിയത് നബിമാരെയാണ്. അള്ളാഹുവിൻ്റെ നബിമാർ, സഫ്വത്തുൽ ഖൽഖ്, പടപ്പുകളിൽ ഏറ്റവും പരിശുദ്ധരായ ആളുകൾ, അള്ളാഹു തിരഞ്ഞെടുത്തവർ, അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചവർ, സന്മാർഗത്തിൽ സഞ്ചരിച്ചവർ, ഏറ്റവും ശുദ്ധമായ ഹൃദയമുള്ളവർ, ഏറ്റവും നല്ല സംസ്കാരവും സ്വഭാവവും ഉണ്ടായിരുന്നവർ, ജനങ്ങളെ അള്ളാഹുവിലേക്ക് മറ്റൊരു താല്പര്യവുമില്ലാതെ റബ്ബിനു വേണ്ടി വിളിച്ചവർ. ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, അള്ളാഹുവിൻ്റെ നബിമാർ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്, നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റ വഹും മുഹ്തദൂൻ. 3 നബിമാരെ അയച്ച നാട്ടുകാരുടെ അരികിലേക്ക് ഒരാൾ ഓടി വന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പിൻപറ്റൂ, നിങ്ങളോട് ഇതിനൊരു കൂലിയും ചോദിക്കാത്ത,
അള്ളാഹുവിൻ്റെ നബിമാരെ നിങ്ങൾ പിൻപറ്റൂ എന്ന് ആ ഓടി വന്നൊരു മനുഷ്യൻ ജനങ്ങളെ ഹിദായത്തിലേക്ക് വിളിക്കാൻ സാഹിബ് യാസീൻ എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീനിലെ ഒരാൾ, രണ്ടുപേരെ അള്ളാഹു ഒരു നാട്ടിലേക്ക് അയച്ചു, 2 നബിമാരെ. പിന്നീട് മൂന്നാമതൊരു നബിയെ അയച്ചു. ആ ജനങ്ങൾ ആ നബിമാരനുസരിക്കാത്തപ്പോൾ ഒരാൾ ആ പട്ടണത്തിൻ്റെ ദൂരെ നിന്ന് ഓടി വന്നു എന്നാണ്. വജാഅമിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്അ, ഓടി, അദ്ദേഹത്തിൻ്റെ നസീഹത്താണത്. കാരണം അങ്ങ് ദൂരെ പട്ടണത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഓടി വരിക. എന്ത് പറയാനാണ് ഈ ഓടി വരുന്നത്? മറ്റൊന്നിന് കാര്യത്തില്ല. നിങ്ങൾ ജനങ്ങളെ യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, റസൂലുകളെ പിൻപറ്റൂ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റ വഹും മുഹ്തദൂൻ, നിങ്ങളോട് ഇതിനൊരു കൂലിയും ചോദിക്കാത്ത, ഭൗതിക താല്പര്യങ്ങളില്ലാത്ത സന്മാർഗത്തിലായ ആളുകളെ നിങ്ങൾ പിൻപറ്റൂ എന്ന് പറയാനാണ് ഈ ഓടി വന്നത്. എന്താണ് ജനങ്ങൾ ചെയ്ത്? ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. അള്ളാഹുവിങ്കൽ എത്തിയപ്പോൾ ആ മനുഷ്യൻ പറയുകയാണെന്ത്? യലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനങ്ങൾ ഇതറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് അള്ളാഹു പുറത്തു തന്നത്, എന്നെ ആദരവ് ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തത്. നോക്കൂ, മരിച്ചിട്ടും ജനങ്ങളോട് തീരാത്ത നസീഹത്ത്, മരിച്ചിട്ടും ജനങ്ങളോട് നസീഹത്താണ് അദ്ദേഹത്തിന്. ജീവിച്ചിരിക്കുകയും മരണപ്പെട്ടപ്പോഴും തൻ്റെ ജനങ്ങളൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ നബിമാരെ പിൻപറ്റിയിരുന്നെങ്കിൽ. നോക്കൂ നിങ്ങൾ, ആ നസീഹത്ത് പാലിക്കേണ്ടവരാണ് നമ്മൾ മുസ്ലിമീങ്ങൾ. നമ്മുടെ നാട്ടിൽ കുഫറിൽ ബിദഅത്തിൽ ആണ്ട് കിടക്കുന്നവരോട് നോക്കൂ നിങ്ങൾ, കുഫറിൻ്റെ ബിദഅത്തിൻ്റെ അകൽച്ച നമുക്കുള്ളതോടൊപ്പം ശരീഅത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കെന്തുണ്ട്? കുഫറിൻ്റെ, ഷിർക്കിൻ്റെ, ബിദഅത്തിൻ്റെ ആളുകളോട് അതിൻ്റെ ശറഈയായ അകൽച്ച, ശറഅ് നമ്മളോട് കൽപ്പിച്ച അകൽച്ചയുണ്ട്. അതോടൊപ്പം ഖദറിൻ്റെ മറ്റൊരു കണ്ണിലൂടെ ജനങ്ങൾ നമ്മൾ നോക്കണം. എന്താണത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ആ ഖദറിൻ്റെ കണ്ണിൽ നമ്മൾ നോക്കി നമുക്ക് ജനങ്ങളോട് എന്താണ് തോന്നുന്നത്? റഹ്മത്താണ് തോന്നുന്നത്. അവരുടെ അവസ്ഥയിൽ നമുക്ക് പ്രയാസമാണ് തോന്നുക, നസീഹത്ത് നമുക്കുണ്ടാകും. മനസ്സിലായി? അള്ളാഹുവിൻ്റെ നബിമാർ അങ്ങനെയായിരുന്നു. അള്ളാഹുവിൻ്റെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റബ്ബ് പറഞ്ഞ എന്താണ്? ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, നബി അവർ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അങ്ങയുടെ ജീവൻ നശിപ്പിച്ചേക്കാം. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ പ്രയാസമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ നബിമാർ എങ്ങനെയാണ്? വാന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് വിശ്വസ്തതയുള്ള, നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇതാണ് മുസ്ലിമിൻ്റെ ചിന്താഗതി. ഹിദായത്തിലേക്ക് ആളുകൾ വരണം, അത് ആഗ്രഹിക്കുക. ആ ഹിദായത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വാക്കുകൊണ്ട്, ഒരു പകുതി വാക്കുകൊണ്ടെങ്കിലും പ്രയത്നിക്കുക. എങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നബിമാരെ പിൻപറ്റുന്ന പ്രവർത്തനമാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാർ അതിൽ മുന്നിലാണ്. പിന്നെ രണ്ടാമത് എണ്ണിയത് സിദ്ദീഖുകളെയാണ്. മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ സാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരെക്കാൾ മുന്നിലാരാണ്? സിദ്ദീഖുകളാണ്. സിദ്ദീഖുകൾ എന്നാൽ അവർ സിദ്ഖിൻ്റെ അങ്ങേയറ്റം, അതിൻ്റെ പൂർത്തീകരണം കൈവരിച്ചവരാണ്. അങ്ങേയറ്റം സത്യസന്ധരാണ്. അതോടൊപ്പം സത്യം അതിവേഗം പിൻപറ്റുന്നവരാണ്. സിദ്ഖിന് അതിൻ്റെ വില നൽകിയവരാണവർ. സത്യവും കളവും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. നീതിയും അനീതിയും, അതിക്രമവും നീതിയും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. സിദ്ഖിന് അതിൻ്റെ വില നൽകിയവർ. അവരുടെ നേതാവാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖാണ് ഏറ്റവും വലിയ സിദ്ദീഖ്. അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ മനുഷ്യരിൽ, ലോകത്തിന്നോളം ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പേര് വന്നത് ഇസ്റാ മിഅ്റാജിൻ്റെ സംഭവത്തോടെയാണ്. ഇസ്റാ മിഅ്റാജ് ഉണ്ടായപ്പോൾ എന്താണ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ അബൂജഹലിനോട് പോയി പറഞ്ഞു എന്ന് ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ നമുക്ക് കാണാം. ഇസ്റാ മിഅ്റാജിന് പോയി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു? അബൂജഹലിനോട് പറഞ്ഞു. ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിയ ശത്രു, പരിഹസിക്കും, അവൻ അവിശ്വസിക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്. അവൻ എന്ത് ചെയ്തു? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഉച്ചത്തിൽ ചിരിച്ചില്ല, പരിഹാസം പുറത്ത് കാണിച്ചില്ല. എന്തിനു വേണ്ടിയാണ്? അവൻ ആളുകൾ കൂട്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വീണ്ടും പറയാൻ വേണ്ടി. ഞാനിപ്പം തന്നെ പരിഹസിച്ചാൽ എങ്ങാനും ആളുകൾ കൂട്ടി വന്നാൽ പറഞ്ഞില്ലെങ്കിലോ? എന്നിട്ട് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഞാൻ ആളുകളൊക്കെ കൂട്ടി വരും, ഇതുപോലെ പറയൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആളുകളെ അബൂജഹൽ കൂട്ടി വന്നു.
എല്ലാവരും കൂടി പരിഹസിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഒന്നുകൂടി പറയവരോട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന സംഭവം ഒന്നുകൂടി പറഞ്ഞു. അവർ പരസ്പരം ചിരിച്ച് ഒരുത്തം മറ്റവൻ്റെ മേലേക്ക് വീഴുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പരിഹാസത്തിൻ്റെ കടുപ്പങ്ങൾ നോക്കൂ നിങ്ങൾ. പറയുന്നത് ഒരക്ഷരമൊഴിയ ഹക്കാണ്, സത്യമാണ്. പക്ഷെ മുന്നിലുള്ള ആളുകൾ നിന്ന് കളിയാക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചിരിച്ച് പരസ്പരം വീഴുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഹക്കിൽ നിന്നത് പിന്നോട്ടടിപ്പിച്ചില്ല. ജനങ്ങൾ ചെന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, നമ്മുടെ സാഹിബിൻ്റെ പുതിയ വർത്തമാനം കേട്ടോ, ഒരൊറ്റ രാത്രി ബൈത്തുൽ മഖ്ദിസിൽ പോയി വന്നത്രേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖാല ദാലിക്, അദ്ദേഹം ഇത് പറഞ്ഞു എങ്കിലും സത്യമാണ്. ഞാൻ ഇതിലും വലിയത് നബിയുടെ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഉസദ്ദിഖുഹു ബിഖബരി സമ, രാവിലെയും വൈകുന്നേരവും ആകാശലോകത്തു നിന്ന് മലക്ക് ആ നബിയുടെ അരികിൽ ഖബറുമായി അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശവുമായി വരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കെന്ത് പ്രയാസം. ഇബ്നു അബിൽ അസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിൻ്റെ ബുദ്ധി അതിലുണ്ട്. അവരാണ് ബുദ്ധിയുള്ളവർ, ഈ പരിഹാസത്തിൻ്റെ ആളുകളല്ല. ബുദ്ധി, ഈ ഉമ്മത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആകാശലോകത്ത് ആകാശവാസികളാണ് മലായിക്ക. മലക്കുകളുടെ വാസസ്ഥലം എവിടെയാണ് യഥാർത്ഥത്തിൽ? അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പക്ഷെ അവരെവിടെയാണ് യഥാർത്ഥത്തിൽ അവരുടെ വാസസ്ഥലം? ആകാശവാസികളാണവർ. ആകാശവാസിയായ ഒരു മലക്കിനെ 7 ആകാശങ്ങൾ താണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭൂമിയിലേക്ക് റബ്ബ് നിയോഗിക്കുന്നു. ഇത് വിശ്വസിക്കുന്ന എനിക്കെന്ത് പ്രയാസം? ഭൂനിവാസിയായ ഒരു മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല മുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നു. എന്ത് പ്രയാസം? അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിനെ മറികടന്ന്, ഈ ഉമ്മത്തിലെ ബാക്കിയുള്ള സകലരെയും മറികടന്നത് ഏതിലല്ല? കേവലം ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ല. പിന്നെ ഏതിലാണ്? കണ്ണിൽ കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ്. കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കിക്കാണുന്നത് പോലെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസം. അത് നമുക്ക് വലിയൊരു പാഠമുണ്ട്. എന്താണ്? അമലുകൾക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല, അതിലേറെ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കണം. എന്തിൽ? ഈമാനിൽ. റബ്ബെ, നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എനിക്കതിൽ ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് റബ്ബെ എനിക്ക് പുറത്തു തരണേ, എനിക്ക് റഹ്മത്ത് തരണേ, എൻ്റെ ദുആ സ്വീകരിക്കണേ. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന, ഖുർആനിലെ ദുആ ആണ്. അള്ളാഹുവെ, ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് പുറത്തു തരണേ. അമലുകൾ കുറവാണ്, തിന്മകളുണ്ട് റബ്ബെ, പക്ഷേ നീ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു. നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കതിൽ സംശയമില്ല. ഒരു ശാസ്ത്രവും, ഒരു മനുഷ്യൻ്റെ പ്രത്യേക ശാസ്ത്രവും, ഒരു പാർട്ടിയും, ഒരു നേതാവും അതിനെതിരിൽ പറഞ്ഞാൽ ഞാനതിന് കരിമണ്ണിൻ്റെ വില നൽകുകയില്ല. നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മുകളിൽ അള്ളാഹുവിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതാണ് മുഅ്മിനീങ്ങളെ വേർതിരിച്ചത്. മുസ്ലിമീങ്ങളെയും കുഫാറുകളെയും വേർതിരിച്ചത് ഈ ഈമാനാണ്. ഇതിനാണ് അവർ ആദ്യം വേറിട്ടത്. അതിന് മുകളിലാണ് കർമ്മങ്ങൾ. ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها. അള്ളാഹു ഒരു നല്ല വാക്കിന് ഉദാഹരണം പറയുന്നു. ഒരു നല്ല വൃക്ഷത്തിൻ്റെ ഉദാഹരണം ഈത്തപ്പന പോലെ. അസ്ലുഹ സാബിത്ത്, അതിൻ്റെ അടിവേരുറച്ചതാണ്. വഫറഉഹ ഫിസ് സമാ, അതിൻ്റെ ശിഖരങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. അതായത് മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ ഉറച്ചു നിൽക്കുന്നു. എന്നിട്ട് അവരുടെ നന്മകൾ, അവരുടെ നല്ല വാക്കും നല്ല പ്രവർത്തനവും ദാനധർമ്മവും സഹായങ്ങളും സതുപദേശങ്ങളും ജനങ്ങൾക്ക് ലഭിക്കുന്നു. എന്നാൽ മോശം വാക്കിൻ്റെ കുഫറിൻ്റെ ഉദാഹരണം കശജറത്തിൻ ഖബീസ, ഒരു മോശം മരത്തിൻ്റെ ഉദാഹരണമാണ്. ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർദ് മാ ലഹ മിൻ ഖറാർ, അത് ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ടിരിക്കുന്നു, അതിന് യാതൊരു നിലനിൽപ്പുമില്ല. കുഫറിൻ്റെ മുകളിൽ ഒരു അമലും ഒരു സൽക്കർമ്മവും നിലനിൽക്കുകയില്ല. സുദ്ദീഖുകൾ ഏറ്റവും സത്യസന്ധരാണ്. പിന്നെ ഉള്ളത് ഷുഹദാ ആണ്. ഷുഹദാ എന്നാൽ അതിലാദ്യം വരിക രക്തസാക്ഷികളാണ്. ഷുഹദാക്കൾ പല ഇനമുണ്ട്.
അതിൽ ഏറ്റവും മുന്നിൽ വരുന്നത് ഷുഹദാ ഉൽ മഅറക, യുദ്ധരണാങ്കണത്തിൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഷുഹദാ ആണ്. അവരെ ഇസ്ലാമിക സമൂഹം എന്ത് ചെയ്യുകയില്ല, അവരെ കുളിപ്പിക്കുകയില്ല, മറിച്ച് അവരുടെ രക്തത്തോടെ മറമാടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് അവർ വരും, വല്ലൗനു ലൗനുദ്ദം വറിയഹു റിയഹുൽ മിസ്ക്. എങ്ങനെയാണ് അവർ പരലോകത്ത് വരിക? ലൗനു ലൗനുദ്ദം, നിറം രക്തത്തിൻ്റെ നിറമായിരിക്കും, പക്ഷേ വറിയഹു റിയഹുൽ മിസ്ക്, ഗന്ധം കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. ഇങ്ങനെ അവർ പരലോകത്ത് വരും. അവരെ കുളിപ്പിക്കില്ല, അവരുടെ വസ്ത്രത്തിൽ അവരെ കഫൻ ചെയ്ത് അങ്ങനെ ഖബറടക്കും. എന്നാൽ ഇവരാരാണ്? ഇവർ ഈ ലോകത്തെയും പരലോകത്തെയും ശുഹദാക്കളാണ്. എന്നാൽ വേറെ ചില ശുഹദാക്കളുണ്ട്, അവർ ദുനിയാവിൽ ശുഹദാക്കളല്ല, പരലോകത്ത് ശുഹദാക്കളാണ്. അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഗരീഖു ഷഹീദ്, മുങ്ങി മരിച്ചവൻ ഷഹീദാണ്. അതുപോലെ ഒരു കെട്ടിടം തകർന്നു വീണ് മരിച്ചവൻ ഷഹീദാണ്. അതുപോലെ താഊൻ വന്ന് മരിച്ചവൻ, മത്ഊൻ, പ്ലേഗ് രോഗം വന്ന് മരിച്ച ഒരു മുസ്ലിമാമൻ ഷഹീദാണ്. ഇങ്ങനെയുള്ള ഷഹീദുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവരെ നമ്മൾ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും സാധാരണ മുസ്ലിമീങ്ങളെ ഖബറടക്കുന്ന പോലെ ഖബറടക്കുകയൊക്കെ ചെയ്യണം. പരലോകത്ത് അവർ ഷുഹദാഇൻ്റെ ദർജയിൽ വരും എന്നാണ്. പരലോകത്തെ ഷുഹദാ ആണവർ. ഇനി മൂന്നാമത്തൊരു ഷുഹദാ ഉണ്ട്, അവർ യഥാർത്ഥ ഷുഹദാക്കളല്ല. അവരെന്താണ്? ദുനിയാവിൽ ഷഹീദുകളായിട്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് ആളുകൾ ധരിക്കും. പക്ഷെ അവരുടെ നീയത്ത് മോശമായതുകൊണ്ട് പരലോകത്ത് അവർ അള്ളാഹുവിങ്കൽ ഷഹീദുകളാവുകയില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അത്ര മോശമായ അവസ്ഥയാണത്, നീയത്ത് മോശമായി പോയതുകൊണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാണ് ഷുഹദാ. മറ്റൊരു ഷുഹദാഇൻ്റെ മറ്റൊരു ഇനം പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. കാരണം അവർ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്, അവർ ജനങ്ങൾക്ക് സാക്ഷികളാണ്. അള്ളാഹുവിൻ്റെ ദീൻ അവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു, റബ്ബിന് വേണ്ടി അവർ നിലകൊള്ളുന്നു. ഷുഹദാ ആണവർ. അടുത്തത് സാലിഹീങ്ങളാണ്. സാലിഹുകൾ എന്നത് ഈ നേരത്തെ പറഞ്ഞവർക്കൊക്കെ യോജിക്കുന്ന വിശേഷണമാണ് സാലിഹീൻ എന്നത്. നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും ഒക്കെ സാലിഹീങ്ങൾ തന്നെയാണ്. സലാഹ്, നന്മയുള്ളവർ, സുഹൃതം ചെയ്തവർ ആണവർ. അതിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ അതിലുൾപ്പെടും. അവരുടെ വഴിയാണ് അഹ്ലുസുന്നത്തിൻ്റെ വഴി. നമ്മുടെ വഴി നമ്മുടെ മുൻഗാമികളുടെ വഴിയാണ്. നമ്മൾ പുതുതായി ഉണ്ടാക്കിയൊരു വഴിയല്ല. വഴിപഴച്ച കക്ഷികൾ, ശിർക്കിൻ്റെ വക്താക്കളൊക്കെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു വരുത്തുന്ന പച്ചക്കള്ളമാണെന്ത്? അഹ്ലുസുന്നത്തിനെ കുറിച്ച്. ഇവർ പുത്തൻവാദികളാണ്. ഇവർ 921 ശേഷം വന്നവരാണ്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ന്യായികളാണ്. ഇത് പറഞ്ഞാൽ പോരാ. അങ്ങനെയാണെങ്കിൽ ആർക്കും ആരെക്കുറിച്ചും പറയാലോ. ഏതെങ്കിലും വർഷമോ ഏതെങ്കിലും നേതാവിൻ്റെ പേരോ എടുത്ത് നമ്മൾ പറയുമ്പോൾ അവരുടെ അനുയായികളാണ്. ഹാത്തു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവരൂ. ഇബ്നു അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ദീനിലെ പുതിയ ഏതെങ്കിലും ഒരു കാര്യം, നമ്മൾ പിൻപറ്റുന്ന 1921 ശേഷം മാത്രം നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യം, തെളിവ് കൊണ്ടുവരൂ. ഇല്ല, തെളിവ് കൊണ്ടുവരാതെ ഏതെങ്കിലും പേരുകൾ വിളിച്ചതുകൊണ്ടോ ഏതെങ്കിലും ആളിലേക്ക് ചേർത്തി പറഞ്ഞതുകൊണ്ടോ അതാവുകയില്ല. അതൊക്കെ ജനങ്ങളെ വെറുപ്പിക്കാനുള്ള ഈ ഉലമാ ഉസൂഇൻ്റെ മോശക്കാരായ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരുടെ കുതന്ത്രങ്ങളാണ്. എന്താണ് അവരുടെ ഉദ്ദേശം? തംഫീറുന്നാസ്, ജനങ്ങൾ വെറുപ്പിക്കുക, ആളുകളെ അകറ്റുക, പൊതുജനങ്ങളെ അകറ്റുക. വഹാബികൾ ഒരു പേരിട്ട് വിളിക്കുക, ഭീകരവാദികൾ, ഇങ്ങനെ എന്തെങ്കിലും പേരിട്ട് വിളിച്ച് ആളുകളെ അകറ്റുക, ജനങ്ങളെ തംഫീർ ചെയ്യുക എന്നതാണ്. പേരുകളിലല്ല, മആനിയിലാണ് കാര്യം. ഈ പറയുന്ന കാര്യം ഖുർആനിലുണ്ട്, സുന്നത്തിനുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ഇതാ, അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ ഇതാ മുന്നിൽ, അത് ഇന്നും നിലനിൽക്കുന്നു. അതിലേതെങ്കിലും ഒരു വാദം നിങ്ങൾ പറയൂ, നബി സല്ലല്ലാഹു ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്തത്. എന്നിട്ടാണ് എങ്കിലല്ലേ അദ്ദേഹം ഒരു പുതിയ ദീൻ കൊണ്ടുവന്നു എന്ന് പറയേണ്ടതുള്ളൂ. ഇല്ല, അദ്ദേഹം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്കാണ് ആളുകളെ ക്ഷണിച്ചത്. അദ്ദേഹം ഏത് ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചുവോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്കാണ് ക്ഷണിച്ചത്. നമ്മൾ ക്ഷണിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖാലിസായ ശുദ്ധമായ ദീനിലേക്കാണ്, അതല്ലാതെ പുതിയ വാദങ്ങളിലേക്കല്ല. നമുക്ക് നമ്മുടെ ദീൻ ഇത് പാരമ്പര്യമുള്ള, യഥാർത്ഥ പാരമ്പര്യമുള്ള ദീനാണ്
ഈ കാര്യമാണ് ഈ മനോഹരമായ വരിയിലൂടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. അഹ്ലുസുന്നത്തിൻ്റെ ആ വഴിയിൽ നബിമാരുടെ, സദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ വഴിയിൽ അള്ളാഹു നമ്മെ ചേർക്കുകയും അതിലായി മരിപ്പിക്കുകയും അവരുടെ കൂടെ സ്വർഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? തവഫനി മുസ്ലിമ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹുവെ തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുക, വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ ചേർത്ത് തരണേ. പരലോകത്ത് അവരുടെ കൂടെ ആവുക എന്നത് ഇത്ര വലിയ ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ ഭാര്യമാർ ചോദിച്ച കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? നബിയെ, അങ്ങയുടെ ഭാര്യമാരിൽ ആരാണ് അങ്ങയുടെ കൂടെ ആദ്യം വന്നു ചേരുക? ആരാണ് ആദ്യം അങ്ങയുടെ കൂടെ പരലോകത്ത് വന്നു ചേരുക എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് മുൻഗാമികൾ പഠിപ്പിച്ചത് കാണാം. അർവാഹുകൾ, റൂഹുകൾ മരണശേഷം അവർ ഒത്തുചേരും എന്നാണ്. അവരൊത്തുചേരും അവരുടെ അള്ളാഹു നിശ്ചയിച്ച ഇടത്ത് എന്നാണ്. നല്ലവരുടെ കൂടെ ചെന്നു ചേരാൻ സാധിക്കുക എന്നത് സുബ്ഹാനല്ലാഹ് ഇത്ര വലിയ സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അവരോട് പറഞ്ഞു, അത്വലു കുന്ന യദാ, നിങ്ങളിൽ ഏറ്റവും കൈ നീളമുള്ളവൾ അവളാണ് എൻ്റെ കൂടെ ആദ്യം വന്നു ചേരുക, അഥവാ എനിക്ക് ശേഷം ആദ്യം മരണപ്പെടുക അവളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൈ അളന്നു നോക്കി, ആരുടെ കൈയാണ് നീളമുള്ളത്. കൈ നീളമുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മ സൗദ ബിൻത് ജംഅ റളിയല്ലാഹു അൻഹ, അവരുടെ കൈയായിരുന്നു. അവരുടെ കൈ നീളമുള്ള കൈ. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഏറ്റവും നന്നായി ദാനം ചെയ്യുന്നവൾ എന്നായിരുന്നു. അത് അറബികളുടെ പ്രയോഗം തന്നെയാണ്. അയാളുടെ കൈ നല്ല നീളമുണ്ട് എന്ന് അവരേതർത്ഥത്തിൽ പറയും? ദാനം നന്നായി ചെയ്യുന്നയാൾ എന്ന അർത്ഥത്തിൽ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആദ്യം നബിയുടെ മരണശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മരണപ്പെട്ടത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആയിരുന്നു. ദാനധർമ്മത്തിൽ അവർ ഏറെ മുന്നിലായിരുന്നു. നമ്മുടെ ഉമ്മ സൈനബ് റളിയല്ലാഹു അൻഹ അവരവരെ കൊണ്ട് കഴിയുന്ന ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് പണമുണ്ടാക്കി എന്നിട്ട് ദാനം ചെയ്യുമായിരുന്നു. സഹാബത്തിൻ്റെ രീതിയായിരുന്നു അത്. ദാനധർമ്മത്തിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞപ്പോൾ, അതേക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ചുമടെടുത്തും അതുപോലുള്ള ജോലികൾ ചെയ്തും പൈസ ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ദാനം ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ സഹാബത്ത് ചെയ്തു. നമ്മുടെ ഉമ്മ സൈനബ് റളിയല്ലാഹു അൻഹ വലിയ ധർമ്മിഷ്ഠയായിരുന്നു. സൈനബാണ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരിൽ നബിക്ക് ശേഷം ആദ്യം നബിയുടെ അരികിൽ ചെന്ന് ചേർന്നത്, അഥവാ ആദ്യം മരണപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുപ്പിച്ച സമയത്ത് ഫാത്തിമയെ അടുത്തു വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ ഫാത്തിമ കരഞ്ഞു. രണ്ടാമത് വിളിച്ച് സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ചിരിച്ചു. ആദ്യം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തെക്കുറിച്ച് അറിയിച്ചതാണ്. രണ്ടാമത് അറിയിച്ചത് എൻ്റെ കുടുംബത്തിൽ നീയാണ് ആദ്യം എൻ്റെ കൂടെ വന്നു ചേരുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഏതാണ്ട് 6 മാസത്തിനോടടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ, നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിൻത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അപ്പം അതിൽ ഫാത്തിമ സന്തോഷിച്ചു. മറ്റൊരു റിവായത്തിൽ നീ സ്വർഗസ്ത്രീകളുടെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു എന്നാണ്. ഫാത്തിമ അത് കേട്ടപ്പോൾ ചിരിച്ചു. ആദ്യത്തെ വിവരം, രണ്ട് സ്വകാര്യം പറഞ്ഞു. ആദ്യത്തെ സ്വകാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മരണം മകൾ അറിയിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ നബിയുടെ മക്കളിൽ അന്ന് ബാക്കിയുള്ളത് ആര് മാത്രമാണ്? ഫാത്തിമ മാത്രമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പരീക്ഷണം നോക്കുക നിങ്ങൾ. മക്കളിൽ ഒരാൾ മരിക്കുന്നത് എത്ര വലിയ പരീക്ഷണമാണ്. ഒരാൾ മരിക്കുന്നത്. അല്ലാഹു മക്കൾക്ക് ആഫിയത്തുള്ള ആയുസ് ദീർഘായുസ് നൽകുമാറാകട്ടെ. അമൽ നല്ല നിലയിലായ രൂപത്തിൽ അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ മക്കളും, ഫാത്തിമ ഒഴികെ ആണും പെണ്ണുമായ എല്ലാ മക്കളും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണ് മരണപ്പെടുന്നത്. ആരൊഴികെ? ഫാത്തിമ ഒഴികെ. അപ്പോൾ നോക്കൂ, സാലിഹീങ്ങളുടെ കൂടെ ചെന്ന് ചേരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ കൂടെ എത്തിച്ചേരണം, അവരുടെ കൂടെ ആയിരിക്കുക, അത് ആഗ്രഹിക്കുക എന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. അവരെ സ്നേഹിക്കുക, അവരോടുള്ള സ്നേഹം അവരുടെ കൂടെ എത്തിക്കുമെന്നാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നോ അവരുടെ കൂടെ ആയിരിക്കും. അവരെ സ്നേഹിക്കുക, അവരുടെ വഴി പിൻപറ്റുക.
ശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറയുന്നു, ശ്രദ്ധിക്കുക. وقد دخل في هذه الجملة ما وصف الله به نفسه في سورة الإخلاص التي تعدل ثلث القرآن، حيث يقول: قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. وقد دخل في هذه الجملة ഈ പറഞ്ഞ കാര്യത്തിൽ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അഥവാ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെയാണ് വിശ്വസിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയാണ് വിശ്വസിക്കേണ്ടത് എന്നതിൽ ഉൾക്കൊള്ളുന്നു. മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു, അള്ളാഹു എന്താണോ അവനെ വിശേഷിപ്പിച്ച് പറഞ്ഞത്, ഫി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൽ, അല്ലതി തഅദിലു തുൽസൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത എന്താണ്? അത് തഅദിലു, അത് തുല്യമാണ്. എന്തിന് തുല്യമാണ്? സുലൂസൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ്. മൂന്നിലൊന്ന്, സുലൂസ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന്, റൂബ് നാലിലൊന്ന്, ഖുമുസ് അഞ്ചിലൊന്ന്, സുദുസ് ആറിലൊന്ന്, സുബ്, സുമുൻ, തുസ്, ഉശ്ർ, ഇങ്ങനെ പറയും 10 വരെ. അപ്പോൾ നോക്കൂ, മൂന്നിലൊന്നിന് തുല്യമായ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു പറഞ്ഞതെന്തോ അത് ഇതിൽ ഉൾപ്പെടുന്നു. അഥവാ അതിലാണ് അള്ളാഹു പറഞ്ഞതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് റബ്ബിനെ കുറിച്ച്. ഹൈസു യഖൂൽ, അള്ളാഹു പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഈ കിതാബിൽ വാസിത്തിയയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആദ്യമാദ്യം ഉദ്ധരിച്ച പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ദലീലുകളിൽ ഒന്നാണ് ഇത്, ഈ സൂറത്ത്. സൂറത്തുൽ ഇഖ്ലാസ്, അതിൻ്റെ പേര് നോക്കൂ നിങ്ങൾ, സൂറത്തു അൽ ഇഖ്ലാസ്. ആ സൂറത്തിൻ്റെ മറ്റൊരു പേര് സൂറത്തു തൗഹീദ് എന്നാണ്. സൂറത്തു ഇഖ്ലാസിൻ്റെ മറ്റൊരു പേരെന്താണ്? സൂറത്തു തൗഹീദ്. ഹദീസുകളിൽ വന്നതാണ്, ഹദീസുകളിൽ വന്നത് കാണാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിസ്കാരങ്ങളിൽ ഓതാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് തവാഫിന് ശേഷമുള്ള നിസ്കാരത്തിൽ. അങ്ങനെയുള്ള ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, ഒരു റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുമായിരുന്നു, മറ്റൊരു റക്അത്തിൽ സൂറത്തു തൗഹീദ് ഓതുമായിരുന്നു. സഹാബത്ത് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചത്, സൂറത്തു തൗഹീദ്. സൂറത്ത് ഇഖ്ലാസ്, എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് ഇങ്ങനെ പേര് വന്നത്? ഇഖ്ലാസ് എന്നത് ഈ അർത്ഥത്തിൽ, തൗഹീദ് എന്ന അർത്ഥത്തിൽ പറയും. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഒരു കാര്യത്തിന് മാത്രമാക്കിയിരിക്കുന്നു. ഉഖ്ലിസ ലിശ്ശൈഇ എന്ന് പറഞ്ഞാൽ ഒന്നിനു വേണ്ടി മാത്രമാക്കുക. അതായത് അള്ളാഹു ഈ സൂറത്ത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിലും ആണ് ഇത് എന്തു പറയപ്പെടുന്നത്? സൂറത്തു ഇഖ്ലാസ്, സൂറത്തു തൗഹീദ് എന്ന അർത്ഥത്തിൽ. അതുപോലെ അള്ളാഹു ഇത് അതിന് പ്രത്യേകമാക്കിയിരിക്കുന്നു, അവനെക്കുറിച്ച് മാത്രം പറയാൻ. സൂറത്തുൽ ഇഖ്ലാസ് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്താണ്? തുലുസുൽ ഖുർആൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ ആരാണ് ഒരു രാത്രിയിൽ ഖുർആൻ്റെ 1/3 ഓതാൻ നിങ്ങൾക്ക് ആർക്കാണ് സാധിക്കുക? 1/3 എന്ന് പറഞ്ഞാൽ 10 ജുസ് വരും. സഹാബത്ത് പറഞ്ഞു, അയ്യുന യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ആർക്കാണ് അത് സാധിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് തഅദിലു സുലുസൽ ഖുർആൻ. ഈ സൂറത്ത് ഖുർആനിൻ്റെ 1/3 തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഖുർആനിൻ്റെ 1/3 അഥവാ 10 ജുസ് ഓതിയ പ്രതിഫലമുണ്ട് ഏത് സൂറത്ത് ഓതിയാൽ? സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ. അതിൽ യാതൊരു സംശയവും വേണ്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഫضൽ, റബ്ബിൻ്റെ ഔദാര്യം അത് വിശാലമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച്, അവൻ്റെ ഫضലിനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടേണ്ട. അള്ളാഹു ചെറിയ അമലിന് വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുന്ന ഷക്കൂറാണ്. ഷക്കൂർ എന്ന റബ്ബിൻ്റെ പേര് അതാണ് അറിയിക്കുന്നത്. ചെറിയ അമലിന് വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ്റെ ഫضലിനാൽ. അപ്പോൾ അത് ഖുർആനിൻ്റെ 1/3 ഓതിയതിന് തുല്യമാണത് ഓതിയാൽ, സംശയമില്ല. അത് അത്ര പ്രതിഫലമുണ്ട്. ഈ ഹദീസിലെ മറ്റൊരു പാഠമാണ്, അള്ളാഹുവിൻ്റെ കലാമിൽ ചിലതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അള്ളാഹുവിൻ്റെ കലാമിൽ ചിലതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അത് സംഭവിക്കുക എങ്ങനെയാണ്? അതിൽ പറഞ്ഞ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പറഞ്ഞ വിഷയത്തിൻ്റെ എല്ലാം റബ്ബിൻ്റെ കലാമ് തന്നെ.
പക്ഷെ പറഞ്ഞ വിഷയത്തിനനുസരിച്ച് അതിൻ്റെ ഫضൽ വർദ്ധിക്കും. ഉദാഹരണത്തിന് അഅ്ളമു ആയ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി. ഉബയ്യ് ഇബ്നു കഅബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅ്ളം, അള്ളാഹുവിൻ്റെ കിതാബിൽ ഏതാണ് ഏറ്റവും മഹത്തരമായ ആയത്തായി നീ മനസ്സിലാക്കുന്നത്? ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, അല്ലാഹു റസൂലു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിച്ചു. നബിക്കറിയാം ഉബയ്യ് ഇബ്നു കഅബിന് അത് അറിയാമെന്ന്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ. അദ്ദേഹത്തിൻ്റെ അറിവിനെ പുകഴ്ത്തുന്ന ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആ ആയത്തിലുള്ളത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. അതുപോലെ ഖുർആനിൻ്റെ ആകത്തുക, ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങളുടെ രത്നച്ചുരുക്കമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് ഖുർആനിൽ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഏതാണ്? സൂറത്തു അൽ ഫാത്തിഹ. അതുപോലെ ഖുർആനിൻ്റെ 1/3 എന്ന പ്രത്യേകത സൂറത്തു അൽ ഇഖ്ലാസിന് ഉണ്ട്. ഖുർആനിനെ 3 തിരിച്ചാൽ, ഒന്ന് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, അവൻ്റെ തൗഹീദ്, അതുപോലെ അവൻ്റെ വിശേഷണങ്ങൾ. 2 ഖുർആനിലുള്ളത് ഖബറുകളാണ്, വിവരങ്ങൾ, കഴിഞ്ഞു പോയ സംഭവങ്ങൾ, കഥകൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഖബറുകൾ. 3 വിധിവിലക്കുകളാണ്, കൽപ്പനയും വിലക്കുകളും. ഖുർആനിനെ ഈ രൂപത്തിൽ 3 തിരിക്കാം. ഒന്ന് അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ തൗഹീദ്. 2 ഖബറുകൾ, കഥകൾ, വിവരണങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ. 3 അഹ്കാം, വിധിവിലക്കുകൾ, കൽപ്പനകളും വിലക്കുകളും. ഇതിൽ ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സിഫത്താണ് ഈ സൂറത്തിലുള്ളത്, സൂറത്തു അൽ ഇഖ്ലാസിൽ ഉള്ളത്. അതുകൊണ്ട് ഇത് ഖുർആനിൻ്റെ 1/3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത് പ്രത്യേകം പാരായണം ചെയ്തിരുന്നു. സൂറത്തുൽ കാഫിറൂനിൻ്റെ കൂടെ പാരായണം ചെയ്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഫജ്റിൻ്റെ മുമ്പുള്ള 2 റക്അത്തിൽ, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തുകളിൽ, അതുപോലെ തവാഫിന് ശേഷമുള്ള മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് ഉള്ള 2 റക്അത്ത് സുന്നത്തിൽ, വിത്റിലെ അവസാന ഭാഗത്ത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിം തൻ്റെ അമൽ ഉദ്ഘാടനം ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നത് ഈ 2 സൂറത്ത് ഓതിയിട്ടാണ്. വിത്റിൻ്റെ അവസാനം, ഫജ്റിൻ്റെ മുന്നും. എന്തുകൊണ്ട്? കാരണം ഈ 2 സൂറത്തിൽ തൗഹീദിൻ്റെ 2 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. സൂറത്തുൽ കാഫിറൂനിൽ കൂടുതലായുള്ളത് എന്താണ്? തൗഹീദുൽ അമലി, തൗഹീദുൽ അമൽ, തൗഹീദുൽ ഉലൂഹിയ്യ. അതുപോലെ തൗഹീദുൽ ഉലൂഹിയ്യ, അതിന് തൗഹീദുൽ അമലി എന്നും പറയും. പ്രവർത്തനത്തിൽ വേണ്ട തൗഹീദ്, അത് ഊന്നി പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ കാഫിറൂനിൽ. കാരണം അതിൽ പറയുന്നത് എന്താണ്? ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നതാണ് കൂടുതൽ പറയുന്നത്. നിങ്ങളുടെ ഇലാഹുകളെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നില്ല, ഞാനൊട്ട് ആരാധിക്കാൻ പോകുന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ എന്ന ബറാഅത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല എന്ന പ്രഖ്യാപനമാണ് സൂറത്തുൽ കാഫിറൂനിൽ. ഖുൽ ഹുവല്ലാഹു അഹദിൽ കൂടുതലായുള്ളത് എന്താണ്? തൗഹീദുൽ ഇൽമി. ശ്രദ്ധിക്കുക, തൗഹീദുൽ ഇൽമി, അറിയേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട തൗഹീദ്. തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഉ സിഫാത്തും അതിലാണ് വരുന്നത്. അള്ളാഹുവാണ് റബ്ബ്, അതുപോലെ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ, അവൻ ഏകനാണ് എന്ന അറിവിൻ്റെ തൗഹീദ് സൂറത്തു അൽ ഇഖ്ലാസിൽ കൂടുതലായുണ്ട്. അതിലും തൗഹീദുൽ അമലി ഉണ്ട്, ഞാൻ പറയാം. പക്ഷെ അതിൽ കൂടുതലായി ഇതാണുള്ളത്. അതുകൊണ്ട് നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് ചുരുക്കിയിട്ടാണ്. കാരണം പൊതുവേ അതിലല്ല ആളുകൾക്ക് പാളിച്ച പറ്റിയത്. അള്ളാഹുവാണ് ഏകൻ, അവനാണ് എല്ലാം തരുന്നത്, അവനാണ് റിസ്ക് തരുന്നതെന്നൊക്കെ ചോദിച്ചാൽ പൊതുവെ ആളുകൾ സമ്മതിക്കും. അതുകൊണ്ട് ആ തൗഹീദ് പറഞ്ഞ സൂറത്ത് ചുരുക്കിയിട്ടാണ്. എന്നാൽ പ്രവൃത്തിയുടെ കാര്യം വരുന്ന തൗഹീദുൽ അമലി വരുന്ന ഖുൽ യാ അയ്യുഹൽ കാഫിറൂനോ അത് വിശദീകരിച്ചിട്ടാണ്. പിന്നെയും പറയുന്നു, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ലക്കും ദീനുക്കും വലിയ, ആവർത്തിച്ച് പറയാണ്. കാരണം ആളുകൾക്ക് കൂടുതൽ പാളിച്ച അതിനാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ഈ തൗഹീദുൽ ഇൽമി, തൗഹീദുൽ അമലി രണ്ടും അവസാനം പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. എഴുന്നേറ്റാൽ ഉടനെ അതാണ് 2 തൗഹീദും പറഞ്ഞിട്ടാണ്. മുസ്ലിമിൻ്റെ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്ന ഈ 2 തൗഹീദ് പ്രഖ്യാപിച്ചിട്ടാണ്. അങ്ങനെ ഈ സൂറത്തിൻ്റെ കൂടെ വന്നിരിക്കുന്നു
അതുപോലെ ഇതിൻ്റെ ശേഷമുള്ള ഫലക്കും നാസും അതിൻ്റെ കൂടെ 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം രാവിലെയും വൈകുന്നേരവും 3 തവണ വേറെ. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കയ്യിൽ ഊതി തടവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അങ്ങനെ ചെയ്തിരുന്നു. ഇങ്ങനെയെല്ലാം ഈ സൂറത്തുകൾ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളെ ഒരു യുദ്ധസംഘത്തിൽ അയച്ചു. وكان يقرأ لأصحابه في صلاته فيختم بقول هو الله أحد. അദ്ദേഹം നിസ്കാരത്തിന് ഇമാമായി നിന്നാൽ ഏത് സൂറത്ത് ഓതിയാലും ഒടുവിൽ ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതും. فلما رجعوا ذكروا ذلك للنبي صلى الله عليه وسلم. തിരിച്ചു വന്നപ്പോൾ അവർ ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സലൂഹു ലഅയ്യി ഷൈഇൻ യസ്നഉ ذلك. അദ്ദേഹത്തോട് ചോദിക്കൂ, എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? ഫസഅലൂഹു, അവർ ചോദിച്ചു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ വഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ. കാരണം അതിലുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് ഞാനത് ഓതാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി കേട്ടപ്പോൾ പറഞ്ഞു, അഖ്ബിറൂഹു, അയാളെ വിവരം അറിയിക്കുക, അന്നല്ലാഹ യുഹിബ്ബുഹു, അള്ളാഹു അയാളെ സ്നേഹിക്കുന്നു. ഈ സൂറത്തിനോടുള്ള അയാളുടെ സ്നേഹം, അള്ളാഹുവിൻ്റെ സ്നേഹം അയാൾക്ക് നേടിക്കൊടുത്തു എന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇതും ബുഖാരി റിവായത്ത് ചെയ്തതാണ്. അൻസാറുകളിൽ ഒരാളുണ്ടായിരുന്നു, അവരുടെ ഒരു ഇമാമാണ്, ഖുബായിൽ ഇമാം നിന്നിരുന്ന ഒരാൾ. അദ്ദേഹം ഇതുപോലെ നിസ്കാരത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ആവർത്തിച്ച് ഓതുമായിരുന്നു. എപ്പോൾ ഖുർആൻ ഓതിയാലും ഖുൽ ഹുവല്ലാഹു അഹദ് കൊണ്ട് തുടങ്ങും. എന്ത് വേറെ ഏതെങ്കിലും സൂറത്ത് ഓതും, എല്ലാ റക്അത്തിലും ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു, എന്നിട്ട് വേറെ സൂറത്ത് ഓതുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഈ സൂറത്ത് മാത്രം ഓതുക, അല്ലെങ്കിൽ വേറെ ഓതുക, എപ്പോഴും ഇങ്ങനെ ചെയ്യല്ലേ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അന ബിതാരിക, ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഇൻ അഹ്ബബ്തു അൻ ഉമ്മക്കും ബിദാലിക് ഫഅൽത്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇമാം നിൽക്കണോ, ഇതേ അവസ്ഥയിൽ ഇമാം നിൽക്കണോ, ഞാൻ നിൽക്കാം. വൈൻ കരഹ്തും തറക്തുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഞാൻ നിൽക്കണില്ല, ഞാൻ ഇമാമത്ത് നിൽക്കുന്നില്ല. അപ്പോൾ അവർക്ക് ആണെങ്കിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. വക്കാനു യറൗന അന്നഹു മിൻ അഫ്ദലിഹിം, അദ്ദേഹം നല്ല ഫضലുള്ള ശ്രേഷ്ഠനായ ഒരാളാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. വക്കരുഹു അൻ യഉമ്മഹും ഗൈറുഹു, വേറൊരാൾ ഇമാമത്ത് നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഫലമ്മ അതാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറുഹുൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിലേക്ക് വന്നപ്പോൾ അവർ നബിയോട് ഈ വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, യാ ഫുലാൻ മാ യംനഉക അൻ തഫ്അല മാ യഅമുറുക ബിഹി അസ്ഹാബു, എന്താ ഇവർ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് അതിന് തടസ്സം? വമാ യഹ്മിലുക അലാ ലുസൂമി ഹാദിഹി സൂറത്തി ഫി കുല്ലി റക്അ, എല്ലാ റക്അത്തിലും എന്തേ ഈ സൂറത്ത് ഓതുന്നു? ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹ, എനിക്ക് സൂറത്ത് ഇഷ്ടമാണ്. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിൻ്റെ സ്നേഹം നിന്നെ സ്വർഗത്തിലാക്കിയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അപ്പോൾ നോക്കൂ, ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത നിസ്സാരമല്ല. ഖുൽ, പറയുക, ഹുവല്ലാഹു അഹദ്, ഖുൽ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണ്, അള്ളാഹു അഹദാണ്. അള്ളാഹുവിന് 2 പേരുകളുണ്ട്, സമാനമായ അടുത്തടുത്ത അർത്ഥങ്ങൾ, ഒന്ന് അൽ വാഹിദ്, മറ്റൊന്ന് അൽ അഹദ്. പക്ഷേ വാഹിദിനേക്കാൾ അള്ളാഹുവിൻ്റെ ഏകത്വം ഒന്നുകൂടി അറിയിക്കുന്ന പേരാണ്, കൂടുതൽ ബലത്തിൽ അറിയിക്കുന്ന പേരാണ് ഇത് അഹദ് എന്ന പേര്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്. അവൻ്റെ റുബൂബിയത്തിൽ അവനല്ലാതെ റബ്ബില്ല, അവൻ ഏകനാണ്. അവൻ്റെ ഉലൂഹിയത്തിൽ അവനല്ലാതെ ഇലാഹില്ല, അവൻ ഏകനാണ്. അവൻ്റെ വിശേഷണങ്ങളിൽ അവനല്ലാതെ മറ്റാരുമില്ല, ഇതിലെല്ലാം അവൻ അഹദാണ്. എല്ലാ വിശേഷണങ്ങളിലും അവൻ പരിപൂർണതയുള്ളവനാണ്, അവനെപ്പോലെ മറ്റാരുമില്ല. അള്ളാഹു സമദ്, അള്ളാഹു സമദാണ്, സമദായ അള്ളാഹു. എന്താണ് സമദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? മുഫസ്സിറുകൾ ഇതിനെ പല വാക്കുകൾ കൊണ്ട് വിശദീകരിച്ചത് കാണാം, മുൻഗാമികൾ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികളുടെ തഫ്സീറുകൾ പലത് കണ്ടാൽ അത് പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം എതിരല്ല. ഒന്നാമത്തെ അർത്ഥമാണ്, അവർ പറഞ്ഞ അർത്ഥമാണ് സയ്യിദ് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് എന്ത്? സയ്യിദ്, യജമാനനാണവൻ. യജമാനൻ എന്ന അർത്ഥത്തിൽ സയ്യിദ് എന്ന ആരെക്കുറിച്ച് മാത്രമേ പറയാവൂ? റബ്ബിനെ കുറിച്ച് മാത്രം. നേതാവ് എന്ന അർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് സയ്യിദ് എന്ന് പറയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചിലർ സയ്യിദ് എന്ന് വിളിച്ചപ്പോൾ നബി പറഞ്ഞു അസ്സയ്യിദു അല്ലാഹ്, സയ്യിദ് അള്ളാഹുവാണ്. ശരിയാണ്, നേതാവ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്. നബി തന്നെ പറഞ്ഞിട്ടുണ്ട് അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമത്തി വലാ ഫഖർ, ഞാൻ പരലോകത്ത് ആദം സന്തതികളുടെ നേതാവാണ്, പൊങ്ങച്ചം പറയുകയല്ല. പക്ഷേ യജമാനൻ എന്ന അർത്ഥത്തിൽ സയ്യിദ് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ് സയ്യിദാണ്. അഥവാ അവൻ്റെ സുദത്ത്, അത് അവൻ എല്ലാറ്റിൻ്റെയും യജമാനാണ്, അത് സമ്പൂർണമായിരിക്കുന്നു. അവന് മുകളിൽ ഉടമസ്ഥാവകാശമുള്ള ഒരാളുമില്ല. മറ്റൊരർത്ഥമാണ് അല്ലതി തസ്മുദു ഇലൈഹിൽ ഖലായിഖ്, പടപ്പുകൾ മുഴുവൻ അവനെ ആശ്രയിച്ചിരിക്കുന്നു, അങ്ങനെയുള്ളവനാണ് സമദ്. അതുപോലെ മറ്റൊരർത്ഥമാണ് സലഫുകൾ മുൻഗാമികൾ പറഞ്ഞ അർത്ഥമാണ് അല്ലദി ലാ ജൗഫല. ശ്രദ്ധിക്കുക ഈ അർത്ഥം, അല്ലദി ലാ ജൗഫല, ജൗഫ് ഇല്ലാത്തവനാണവൻ. ജൗഫ് എന്നാൽ നമുക്ക് ജൗഫുണ്ട്, അഥവാ ഉദരമുണ്ട്, വയറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അവൻ ജൗഫില്ലാത്തവനാണ്. അവൻ അജ്വഫല്ല, ഉള്ളു പൊള്ളയായ വസ്തുക്കളെ അറബികൾ പറയും അജ്വഫ്. റബ്ബ് അങ്ങനെയുള്ളവനല്ല, അവന് ജൗഫില്ല. അതുകൊണ്ട് തന്നെ അവൻ ഉള്ളിലേക്ക് എന്തെങ്കിലും കയറുക, അവൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വരിക എന്നത് സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കുകയില്ല, അവന് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ലാ യുത്ഇമു വഹുവ യുത്ഇം, അവൻ ഭക്ഷണമേകുന്നവനാണ്, അവന് ഭക്ഷണം നൽകാവതല്ല, ഭക്ഷണം ആവശ്യമില്ല. കാരണം ഭക്ഷണം കഴിക്കുക എന്നത് ഭക്ഷണത്തോട് ആവശ്യമുള്ളവനാണത് ചെയ്യുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل وأمه صديقة كانا يأكلان الطعام. ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ മാത്രമാണ്. ഈസാ നബിക്ക് മുമ്പ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈസാ നബിയുടെ ഉമ്മ സിദ്ദീഖത്താണ്. കാന, അവർ രണ്ടുപേരും യഅ്കുലാൻ തആം, എന്ത് ചെയ്തിരുന്നു? ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇലാഹാകാൻ യോഗ്യതയില്ല, കാരണം അവർ ഭക്ഷണത്തിന് ആവശ്യക്കാരാണ്. എന്നു മാത്രമല്ല, ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ പിന്നാലെ പലതും വരാനുണ്ട്. ഭക്ഷണം കഴിച്ചാൽ അതിനെ തുടർന്ന് വരുന്ന കാര്യമുണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിലൂടെ പുറത്തേക്ക് പോകും. അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അവൻ തആം ആവശ്യമില്ലാത്തവനാണ്. തആം കഴിക്കുന്ന ഒരാളും തന്നെ ഇലാഹാകാൻ അർഹതയില്ലാത്തവനാണ്. അപ്പോൾ അവന് ജൗഫില്ല എന്ന് സലഫുകൾ ഈ അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ ഉദരമില്ലാത്തവനാണ്, ഉള്ളുപൊള്ളയായ വസ്തുക്കൾക്ക് സമതെന്ന് പറയുകയില്ല. അങ്ങനെ അല്ലാത്തതിന് മാത്രമേ ഈ പദം അറബികൾ ഉപയോഗിക്കാറുള്ളൂ. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഗിന, അത് പരിപൂർണമാണ്, അവൻ യാതൊന്നും ആവശ്യമില്ലാത്തവനാണ് എന്നറിയിക്കുന്നത്. അതുപോലെ നോക്കൂ, സമദിൻ്റെ മറ്റൊരർത്ഥമാണ് ചില സലഫുകൾ പറഞ്ഞത് കാണാം. സമദിൻ്റെ വിശദീകരണം തൊട്ടടുത്ത ആയത്തിലുണ്ട്. എന്താണത്? അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് സന്താനമില്ല. ലം യലിദ്, അവനൊരു സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആരുടെയും സന്തതിയായി ജനിച്ചവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ആരുമില്ല. എന്തുകൊണ്ട്? അവൻ സമദാണ്, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. സന്താനം മനുഷ്യൻ്റെ ദൗർബല്യമാണ്, പടപ്പുകളുടെ ദൗർബല്യമാണ്. എന്ത്? സന്താനം എന്ത്? കാരണം സന്താനം അത് ഭൗതികമായ നിലക്കും മാനസികമായ നിലക്കും നമുക്ക് ആവശ്യമുണ്ട്. മാനസികമായ നിലക്കുള്ള ആവശ്യം എന്താണ്? അത് നമുക്ക് മനസ്സിന് സന്തോഷം നൽകും. അതുപോലെ മാധ്യത്തായ ആവശ്യം എന്താണ്? അഥവാ ഭൗതികമായ ആവശ്യം, ഏതൊരാളും തൻ്റെ സന്താനം വലുതായി തനിക്ക് ഉപകാരം ചെയ്യണം, തനിക്ക് ഒരു കരുത്തായി വേണം എന്ന് ആഗ്രഹിക്കും. ഈ രണ്ട് നിലക്ക് മനുഷ്യൻ എന്തുണ്ട്? മനുഷ്യൻ്റെ ദൗർബല്യമാണ്. അതുപോലെ സന്താനം ഉണ്ടാകണമെങ്കിൽ ഇണ വേണം. അള്ളാഹു പറഞ്ഞു, എങ്ങനെ അവന് സന്താനം ഉണ്ടാകാനാണ്? വലം യകുൽ ലഹു സാഹിബ, അവൻ ഇണയില്ല. കാരണം ഇണ ഉണ്ടാവുക എന്നത് അതേ ജിൻസിൽപ്പെട്ടതാണ് ഇണ ഉണ്ടാവുക, ഇണയായി ഓരോരുത്തർക്കും ഉണ്ടാകുക. അപ്പം മനുഷ്യൻ്റെ ഇണ ആരാണ്? മനുഷ്യ സ്ത്രീയാണ്. മനുഷ്യൻ്റെ ഇണയായി ഒരു മൃഗം ഉണ്ടാവുകയില്ല, മനുഷ്യൻ്റെ ഇണയായി ഒരു പാറക്കൽ ഉണ്ടാവുകയില്ല. അവൻ്റെ അതേ ഇനത്തിൽ, ജിൻസിലാണ് ഇണ ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റാരുണ്ട്? അവനെ പോലെ മറ്റാരുണ്ട്? അപ്പോൾ ഈ വക ദുർവാദങ്ങൾ, അങ്ങേറ്റം മോശമായ വ്യാജങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയലാണ് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കുക. നഊദു ബില്ലാഹ്.
നഊദു ബില്ലാ. അതുകൊണ്ട് തന്നെ അത് അങ്ങേയറ്റം ഗുരുതരമായ വാക്കാണ്, അങ്ങേയറ്റം ഗുരുതരമായ വാക്കാണ്. അപ്പോൾ സമദ് എന്നതിൽ ഇത് ഉൾപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുക, തൗഹീദുൽ ഇൽമി, തൗഹീദുൽ അമലി, 2 തൗഹീദ് പറഞ്ഞു. ഈ 2 തൗഹീദും സമദ് എന്ന പേര് ഉള്ളതുകൊണ്ട് ഈ സൂറത്തിലുണ്ട് എന്നാണ്. കാരണം സമദിന് 2 അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, പടപ്പുകൾ മുഴുവൻ അവനെ ആശ്രയിക്കുന്നു. പിന്നെ അവൻ നിരാശ്രയനാണ്, ഒരു പടപ്പിൻ്റെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അപ്പം അവൻ ആരുടെ ആശ്രയമില്ല, വേണ്ടതില്ല എന്നതിൽ തൗഹീദുൽ ഇൽമി ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണത്. അതുപോലെ പടപ്പുകൾ അവനെ മാത്രമേ ആശ്രയിക്കാവൂ, കാരണം അവൻ സമദാണ്, അവനോടല്ലാതെ വിളിച്ചു തേടിക്കൂടാ. നിങ്ങൾ നോക്കണം, ഇതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഖബറാളികളെ, ഉലിയാഇനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അള്ളാഹു സമദാണെന്ന് യഥാർത്ഥത്തിൽ അംഗീകരിക്കാത്തവരാണ്. എന്നിട്ട് ഖൗമ് പറയുന്നത് എന്താണ്? പണ്ട് 2 സഖാഫിമാർ നാട് നിങ്ങളെ പാടി നടന്നത് അള്ളാഹു സമദാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാം. എന്താണ് അവൻ്റെ സമദീയത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹു ആണ് മഴ പെയ്യിക്കുന്നത്, ആകാശഭൂമികളെ പടച്ചത്, അന്നം തരുന്നത്. ഇത് അബൂജഹൽ പോലും അംഗീകരിച്ചതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ അള്ളാഹു സമദാണെന്ന് അംഗീകരിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ സമദീയത്തിൽ എന്തുൾക്കൊണ്ടു? പടപ്പുകളെല്ലാം അവനെ ആശ്രയിച്ചിരിക്കുന്നു, അവനോടല്ലാതെ നീ തേടരുത് എന്നത് യഥാർത്ഥത്തിൽ അംഗീകരിച്ചവനെ അള്ളാഹു സമദാണെന്ന് സത്യത്തിൽ അംഗീകരിച്ചവനാവുകയുള്ളൂ. ആ പേരിൽ യഥാർത്ഥത്തിൽ ഈ 2 തൗഹീദും വന്നിരിക്കുന്നു. ഈ 2 തൗഹീദും വന്നിരിക്കുന്നു. അള്ളാഹു സമദാണ്, അവൻ അഹദാണ്. സമദാണ്, അവൻ അഹദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമ്പോൾ അദ്ദേഹം 2 പേരിൽ ഉയർത്തി ദുആ ചെയ്യുന്നത് കണ്ടു. 2 പേരിൽ ഉയർത്തി ദുആ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹിദ് 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 അഹിദ്, അള്ളാഹുവിനെ നീ അഹദാക്കിക്കൊണ്ട്, ഒറ്റയാക്കിക്കൊണ്ട് ദുആ ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ കാണിച്ചു കൊടുത്തു. ദുആ ചെയ്യുമ്പോൾ നമ്മൾ 2 കൈ ഉയർത്താറുണ്ട്. ഇങ്ങനെ കൈ ഉയർത്തും, കൈയുടെ ഉൾഭാഗം മുകളിലേക്കും പുറം ഭാഗം ഭൂമിയിലേക്കും ആക്കിക്കൊണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉൾഭാഗം നമ്മുടെ മുഖത്തേക്കും പുറം ഭാഗം ഖിബിലക്ക് നേരെയുമാക്കി ഇങ്ങനെ തിരിച്ച് അങ്ങനെ ദുആ ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് അങ്ങേയറ്റത്തെ പ്രയാസം, അങ്ങേയറ്റം കുടുങ്ങിയ സന്ദർഭത്തിൽ ഉള്ള ദുആയിൽ കൈ ഒന്നാകെ മുകളിലേക്ക് ഉയർത്താം. സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ തലേന്ന് അങ്ങനെയാണല്ലോ ദുആ ചെയ്തത്. 2 കൈ ഒന്നാകെ മുകളിലേക്ക്, അങ്ങനെയാണ് ചുമലിലെ തട്ടം പിന്നിലേക്ക് വീണത്. ഇങ്ങനെ കൈകൾ ഉയർത്താം. അതുപോലെ കൈകൾ ഉയർത്തുന്നതിൻ്റെ മറ്റൊരു രൂപം എന്താണ്? ഒരു വിരൽ മാത്രം ഉയർത്തി ദുആ ചെയ്യാം. ഒരു വിരൽ മാത്രം ചൂണ്ടിക്കൊണ്ട് ദുആ ചെയ്യാം. ഏത് വിരൽ? ഒരു വിരൽ മാത്രം, സബ്ബാബെന്ന് മാത്രം, ചൂണ്ടുവിരൽ. 2 വിരൽ ഉയർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? അഹിദ് അഹിദ്, അല്ലാഹു ഏകനാണ്, അവൻ സമദാണ്. ലം യലിദ് വലം യൂലദ്, അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല, അവൻ ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല. ഇക്കാര്യം ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഈ സൂറത്തിലാണ്. അള്ളാഹുവിന് സന്താനമില്ല എന്ന് പല സൂറത്തിലുണ്ട്, പക്ഷെ അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടില്ല എന്നത് ഏത് സൂറത്തിൽ മാത്രമേ ഉള്ളൂ? സൂറത്തുൽ ഇഖ്ലാസിൽ മാത്രം. എന്തുകൊണ്ട്? അള്ളാഹു അലം. കാരണം അള്ളാഹു ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവനാണ്, അള്ളാഹുവിനൊരു വാലിദുണ്ട് എന്ന് പറഞ്ഞ ആരും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ചരിത്രത്തിൽ ആരും അറിയപ്പെട്ടിട്ടില്ല. അള്ളാഹു ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവനാണ് എന്ന് പറഞ്ഞ ആരും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിന് റബ്ബ് ഇത് പറഞ്ഞു? കാരണം അവർക്കെതിരുള്ള ദലീലാണ്. കാരണം ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവനെ സന്താനമുണ്ടാവുകയുള്ളൂ. സന്താനം ഒരു പിതാവിൻ്റെ ആവശ്യമില്ലാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല എന്നതുപോലെ അതിൽ നിന്ന് അള്ളാഹു ഗനിയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ വലതിൽ നിന്നും വലതും വേണ്ടാത്തവനാണ്, സന്താനവും വേണ്ടാത്തവനാണ്, അതിൻ്റെ ആശ്രയം ഇല്ലാത്തവനാണ്, അത് യോജിക്കാത്തവനാണ് നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. അവൻ ആരുടെയും സന്തതിയായി ജനിച്ചവനല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അവന് സന്തതിയില്ല എന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു, അവനില്ല, കുഫുവൻ, അവന് തുല്യമായി, അവന് കുഫുവത്ത, അവനെപ്പോലെ, അവന് സമനായ, അവന് എതിര് നിൽക്കാൻ പോന്ന, അവന് പകരം വെക്കാൻ പോന്ന ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ഒരാളുമില്ല. നിങ്ങൾ നോക്കുക, എത്ര ചെറിയ സൂറത്ത്,
എന്നാൽ ഇതിലെ ആശയം എത്ര വലുതാണ്. വെറുതെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ സുലുസിന് തുല്യമാണ്, ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. നമ്മൾ അഹ്ലുസുന്ന ഇതിലെന്താണോ റബ്ബ് അവൻ്റെ മുറാദ് എന്താണോ അതിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുറാദ് മനസ്സിലാക്കുക എന്നതാണ് ശരിയായ അറിവെന്ന് പറയുന്നത്. ഒരായത്ത് വന്നു, അതിൽ റബ്ബിൻ്റെ മുറാദ് എന്താണ്, അള്ളാഹു എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത്. ഒരു ഹദീസ് കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത്, അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വിലപ്പെട്ട അറിവതാണ് ഏറ്റവും ശരിയായ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാദ് മനസ്സിലാക്കുക എന്നത്. അത് മനസ്സിലാക്കുകയും അത് അതുപോലെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്ന. അവരുടെ വക ദുർവ്യാഖ്യാനങ്ങളോ മറ്റുള്ള തത്വശാസ്ത്രങ്ങളോ സ്വീകരിക്കുന്നവരല്ല അവർ. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.